കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മലയാളികളുടെ പ്രിയപ്പെട്ട ലീഡറുമായിരുന്ന കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും മകനായി 1957 മെയ് 14 ജനിച്ച കണ്ണോത്ത് മുരളീധരന്റെ ജീവനും ശ്വാസവും രാഷ്ട്രീയമാണ്. ഐച്ഛിക വിഷയമായി നിയമം പഠിച്ചുവെങ്കിലും അഭിഭാഷകനായില്ല. ഉശിരും ചുണയുമുള്ള പൊതുപ്രവർത്തകനായി ജനങ്ങൾക്കിടയിൽ നിൽക്കാനായിരുന്നു എന്നും മുരളീധരന്റെ ആഗ്രഹം. രാഷ്ട്രീയത്തിലെ കിങ് മേക്കറുടെ മകൻ രാഷ്ട്രീയത്തിൽ തിളങ്ങുന്നത് മലയാളികൾ വിസ്മയത്തോടെയാണ് നോക്കി നിന്നത്. രാഷ്ട്രീയ വ്യക്തി ജീവിതത്തിൽ മുരളീധരൻ നിരവധി പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതിജീവനത്തിന്റെ പാതയിലേക്ക് കുതിച്ചെത്താൻ അധികം സമയമെടുത്തില്ല അദ്ദേഹത്തിന്. തൃശൂർ പൂങ്കുന്നം ഗവൺമെന്റ് ഹൈസ്കൂൾ, തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. സേവാദളിലൂടെ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നാണ് ഇന്നത്തെ മുരളീധരൻ പിറക്കുന്നത്. സേവാദളിന്റെ അമരത്ത് തുടരുമ്പോഴാണ് 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വോട്ടർമാർ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയച്ചു. 1991 99 നടന്ന തെരഞ്ഞെടുപ്പിലും മുരളീധരൻ തന്നെയായിരുന്നു ജനങ്ങളുടെ അംഗീകാരം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ മുരളീധരൻ 2001-2004 കാലഘട്ടത്തിൽ KPCC അധ്യക്ഷനായി. അന്ന് AK ആന്റണിയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. 2004 ഫെബ്രുവരി 11 UDF മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി K മുരളീധരൻ ചുമതലയേറ്റു. എന്നാൽ 6 മാസത്തിനകം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ പരാജയപ്പെട്ടതോടെ മന്ത്രിസ്ഥാനം രാജിവെച്ചു. പിന്നീട് നേതൃത്വവുമായി പിണങ്ങി മുരളീധരൻ കോൺഗ്രസ് പാർട്ടി വിട്ടു. 2011 മാതൃസംഘടനയിലേക്ക് മടങ്ങിയെത്തിയതുവരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന അനുഭവ പാഠങ്ങളായിരുന്നുവെന്ന് മുരളീധരൻ പലപ്പോഴും പറയാറുണ്ട്. തിരിച്ചെത്തിയ ശേഷം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ജനപ്രതിനിധിയും പാർട്ടിയുടെ മുൻനിര പോരാളിയുമാണ് അദ്ദേഹം. ഇപ്പോഴിതാ LDF കോട്ടയിൽ UDFന്റെ മാനം കാക്കാനും മുരളീധരൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു.